ഹോട്ടൽസൊക്കെ എയർപോർട്ട് ട്രാൻസിസ്റ്റ് ഹോട്ടൽ അതാണ് അവിടെ പേരുള്ളത്. ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് പോലത്തെ ചെറിയൊരു സ്ഥലം. കോർട്ട് റെഡ് ലേബിള്, ബ്ലാക്ക് ലേബിള്, വാറ്റ് ലേബിള് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ റിയാലിലാണ്. റിയാൽ ദിറംസ് കൊടുത്താലും ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്കൂളിൽ വെക്കേഷനാണിപ്പോൾ. അപ്പോൾ ഒരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നും പോകുന്ന സമയത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാറുണ്ടായി. ദുബായിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയത് ദുബായ് ഡൽഹി വഴിയായിരുന്നു പോയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കരുതി ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പക്ഷേ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാനുള്ളത് മസ്കറ്റിലാണ്. മസ്കറ്റിൽ എത്തി. ഞാൻ വരുന്നത് അങ്ങനെയാണ്. അതായത് മസ്കറ്റിൽ നിന്ന് ദുബായിൽ നിന്ന് മസ്കറ്റിലേക്ക് വന്നു. മസ്കറ്റിൽ നിന്ന് രാത്രി 3 മണിക്കാണ് ഫ്ലൈറ്റ്. അതായത് പുലർച്ചെ 3 മണിക്ക്. ഇന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ചയാണ്, 3-ാം തീയതി. ഓക്കെ, അങ്ങനെ ഇപ്പോൾ മസ്കറ്റിലാണ്. അപ്പോൾ മസ്കറ്റിലേക്ക് വരുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ആക്ച്വലി ദുബായിൽ നിന്ന് കഴിഞ്ഞ വർഷം എടുത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ഒമാൻ എയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് വന്നത്. പണ്ട് ഞാൻ മസ്കറ്റിൽ വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കുറച്ച് ഒമാൻ എയറിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ലേ. അന്ന് ഞാൻ വിചാരിച്ചില്ല ഒമാൻ എയറിൽ ഇത്രയോട്ടത്ത് പോകാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഈ സമയത്ത് നല്ല പ്രൈസ് ഈ പീക്ക് ടൈമാണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന പീക്ക് ടൈമാണ് സ്കൂൾ വെക്കേഷൻ എന്ന് പറയുന്നത് ദുബായിൽ. ഈ സമയത്ത് ഭയങ്കര പൈസ ആയതുകൊണ്ട് എനിക്ക് മസ്കറ്റ് വഴി വരേണ്ടി വന്നു. അപ്പോൾ വളരെ ടൈം എനിക്കിവിടെ ഇരിക്കണം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 13 മണിക്കൂർ എനിക്കിവിടെ ഇരിക്കണം ഇപ്പം. ആക്ച്വലി രാത്രി 3 മണി, ഇപ്പം രാവിലെ 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞാനിവിടെ 1 മണിക്കാണ് എത്തിയത്. ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് പോലത്തെ ചെറിയൊരു സ്ഥലം. ഫുഡ് കോർട്ട് ടൈം ഇപ്പോൾ അങ്ങനെ 7 ആയി. ഇനിയുണ്ട് 7-7.5 മണിക്കൂർ ഇനിയുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ബോറടി കേട്ടാ. വിചാരിച്ചു പോയിട്ടുണ്ടോ, ഭയങ്കര ബോറടിയാണ്. ഞാൻ പിന്നെ ഡൽഹിയിലൊക്കെ ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഡൽഹി വഴിയൊക്കെ പോയി അല്ലേ, കഴിഞ്ഞ ബ്ലോഗിൽ അങ്ങനെയല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും ഈസി ആയിരിക്കും. ഇത് നോട്ട് ഈസി. എനിക്കിങ്ങനെ ട്രൈ ചെയ്യാൻ എടുക്കണം. എന്നെപ്പോലെ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന അവരൊക്കെ നേരത്തെ എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ്. നല്ല വിശപ്പ് കാരണം ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ചിക്കൻ സ്ട്രിങ് വാങ്ങിക്കൊണ്ട് 13 ദിറംസ്. ഞാൻ ഒന്നുമില്ല, വെള്ളം പിന്നെ ആദ്യം അതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നു. പിന്നെ ചിക്കൻ സ്ട്രിങ് നോക്കട്ടെ എങ്ങനെയുണ്ട്. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ട്. 50 ദിറംസ് കൊടുത്ത ബിരിയാണി കിട്ടും. ബിരിയാണി വിത്ത് ചിക്കൻ കറി. ഞാൻ തൽക്കാലം പിന്നെ ഒരു സാൻഡ്വിച്ച് പോലെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. നോക്കുമ്പോൾ ഒന്നുമില്ല. ഇത് തന്നെ അയ്യോ, വളരെ ദയനീയമാണുള്ള അവസ്ഥ. ഇത് മതി, വിഷമം മാറ്റാൻ ഇത് മതി കേട്ടോ. അടിപൊളിയല്ലേ? നല്ല അടിപൊളിയല്ലേ? ഒരു സോസും ഉണ്ട്. 2 കഷ്ണമുണ്ട് കേട്ടോ. ഇതാ, അത് 2 കഷ്ണം സോസ്. 13 ദിറംസ്.
ബോറടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്നും അങ്ങോട്ട് താഴെ വന്ന് ഇറങ്ങിയത്. ഇതുണ്ടോ സ്മോക്കിംഗ് ഏരിയ. ഇതാണ് ടെർമിനലിലേക്ക് പോകേണ്ട വഴികളായതെല്ലാം. ഇങ്ങനത്തെ കുറേ ടെർമിനലുകളുണ്ട്. ഏതായാലും അങ്ങോളം പോയിട്ടൊന്നും എടുക്കുന്നില്ല. അവിടെ ഇങ്ങനെ കുറേ ഇരുന്നിരുന്ന് ബോറടിച്ച സമയത്ത് എല്ലാ ഭാഗത്തും നമുക്ക് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ അനുവാദം ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയില്ല. ഇത് ടെർമിനലിലേക്ക് പോകേണ്ട വഴികളാണ്. കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം. ഇതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് ഇതെല്ലാം. ബാഗ്, വാച്ച്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്. ബാഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്. നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഇവിടുത്തെ കാര്യം. ഡ്രസ്സൊക്കെ ഉണ്ട്. എന്താ ഡ്രസ്സുകൾ. ഇത് ജനങ്ങൾ. ഇവിടെയും വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. കഫേ ഖവാജി കഫേ. ഇത് കണ്ടോ, നമ്മളെ കരകൗശല വസ്തുക്കളുടെ ശേഖരങ്ങൾ. ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ പിന്നെ buy 3 get 1 free അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടാവും. പക്ഷെ കോസ്റ്റ്ലി ആണെങ്കിൽ ഓഫേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണോ? അടിപൊളി ആർട്ട് വർക്ക് ഉണ്ട. ഇത് മൊത്തം ആർട്ട് വർക്കിൻ്റെയും എന്താ ജ്വല്ലറി ബോക്സസ്. ഇത് ഇവരുടെ അറബികളുടെ ഡ്രസ്സാണ്, കന്തൂര എന്ന് പറയും. ഇതിൻ്റെ കോട്ട്സ് കണ്ടോ. തന്നെ അടിപൊളി ജ്വല്ലറി ഉണ്ട്. ബാഗ് കൊടുത്ത് മൊത്തം ചുറ്റി കറങ്ങാനൊരു പാട്. മരുഭൂമിയിൽ വന്നിട്ട്, അതായത് നമ്മളൊരു ഒട്ടകത്തിൻ്റെ ശില്പങ്ങളും കാണിക്കണ്ടേ അല്ലേ വേറെ രാജ്യത്ത് വന്നിട്ട്. ഇത് ബീവറേജസ് ആണ്. നോക്കിയേ എന്തോരം കള്ളുകളാണ്. റെഡ് ലേബിള്, ബ്ലാക്ക് ലേബിള്, വാറ്റ് ലേബിള്, എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ റിയാല് ദിറംസ് കൊടുത്താലും ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഇത് മൊത്തം ഡ്യൂട്ടി ഫ്രീ. എയർപോർട്ടിൻ്റെ മുകളിലത്തെ VIP ലോഞ്ചിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം VIP ലോഞ്ചാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. നോക്കിയേ, അടിപൊളിയല്ലേ. എന്നാ എയർപോർട്ടിലെ നോക്കിയേ, എന്തൊരു എയർപോർട്ടാ ഇത്. നമ്മൾ നേരത്തെ കണ്ടേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ടോ, ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. ഓക്കെ, മൈ ഗോഡ് എന്തൊരു എയർപോർട്ടല്ലേ. അതിൻ്റെ ഉള്ളിലാണ് VIP ലോഞ്ചിങ് ഏരിയയുള്ള. പൈസ കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഹോട്ടൽസൊക്കെ എയർപോർട്ട് ട്രാൻസിസ്റ്റ് ഹോട്ടൽ അതാണ് അവിടെ പേരുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം.
ഇതിൻ്റെ മുകളിൽ ഹോട്ടൽസാണ്. ഇതിൻ്റെ മുകളിലും ബീവറേജസ് ഹോട്ടൽസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോവാം. കുറേ സമയം അടിക്കുന്ന സമയത്ത് ഒന്ന് മേലെല്ലാം വന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നേരത്തെ ഒരു പ്രാവശ്യം വന്നു. പക്ഷേ എങ്കിൽ ഒരു പ്രാവശ്യം വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടൊന്ന് എടുക്കുന്നതാണ്. നേരത്തെ നല്ല തിരക്കായിരുന്നു. ആ സമയത്ത് എടുക്കാൻ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ആക്ച്വലി. ഞാൻ താഴത്തേക്ക് പോട്ടെ. ചുറ്റി കറങ്ങി വന്ന് കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ഫ്ലൈറ്റൊക്കെ പോകുന്ന കാണുമ്പോൾ കുറച്ച് സമയം അങ്ങ് പോകും. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ലോഞ്ച് ഏരിയകളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. നേരത്തെ കാണിച്ച ടെർമിനലുണ്ട്, ഞാൻ സ്മോക്കിംഗ് ഏരിയയുടെ അടുത്തെല്ലാം കാണിച്ചിട്ടില്ലേ, ആ ഭാഗത്തൊക്കെ കൂടുതൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയമെല്ലാം പോകും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല പ്രൈസ് കാരണമാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പക്ഷേ ഇത് ഇത്രമാത്രം ഇരിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ കരുതിയെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് മസ്കറ്റ് വന്നവരുണ്ട്. ആ സമയത്തുള്ള ഞാൻ വിസ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പോകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച്. നമുക്ക് അതിൻ്റെ കാലാവധി ആയി, അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിതൊന്ന് കാണാമെന്ന് വിചാരിച്ചു പുറത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ. അതും പറ്റിയില്ല. അതെല്ലാം അതുകൊണ്ടാണ് ഇതുവഴി എടുത്തത്. നോക്കുമ്പോൾ അത് പറ്റിയില്ല. പിന്നെ ഇവിടെ തന്നെ ഇരുന്നു. ഇത് ഭയങ്കര പോസ്റ്റാണ്. പിന്നെ ഭയങ്കര കുറേ സമയം ഇരിക്കുന്ന മനുഷ്യൻ ആരായാലും മൂടോഫായി പോകും. ഞാൻ കുറേ മൂടോഫായി പോകും. സമയം അങ്ങനെ ഇപ്പോൾ 10 മണിയായി. ഇനി എനിക്കൊരു 5 മണിക്കൂർ കൂടി കറക്റ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, ഇനി നാട്ടിൽ നിന്ന് കാണാം. ഇനി രാത്രി കുറച്ച് വീഡിയോ 2-3 വീഡിയോ ഒക്കെ അങ്ങനെ വീഡിയോ മാത്രമേ എടുക്കുള്ളൂ. ബാക്കി നമുക്ക് നാളെ രാവിലെ നാട്ടിൽ നിന്ന് കാണാം. എന്താ, അപ്പോൾ നാളെ രാവിലെ നാട്ടിൽ നിന്നുള്ള വീഡിയോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ കോഴിക്കോട് എത്തി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് നല്ല ടയേർഡായിരുന്നു. നല്ല ഉറക്ക് വന്ന് പിന്നെ ഫ്ലൈറ്റിൽ കയറി രാത്രിയല്ലേ, അതുകൊണ്ട് ഞാൻ പക്ഷേ എന്താ ചെയ്യേണ്ടത് എടുത്തില്ല. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് ഞാനൊരു ഹോട്ടലിൽ വന്നതാണ് ഭക്ഷണം കഴിക്കാൻ. കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ KTDCൻ്റെ ഒരു ഹോട്ടലാണ് കാണുന്നത്. KTDCൻ്റെ ഹോട്ടലിൽ ഉണ്ടോ, ആ ഹോട്ടലിൽ അധികം ആരും വരുമൊന്നുമില്ല, പക്ഷേ അറിയുന്ന ആൾക്കാർ മാത്രം വരുന്നതാ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് കണ്ടോ, KTDC ഹോട്ടൽ ഉണ്ടോ. അങ്ങനെ നല്ല ഭക്ഷണം കഴിഞ്ഞ് ഇനി നമ്മളിവിടെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ എൻ്റെ കൂടെ ആരുടെ വന്നെന്ന് കണ്ടില്ലേ, ഇതാ എൻ്റെ കൂടെ വന്ന ആൾക്കാർ ഇതാ. ഹലോ, ഒരു ഹായ് പറയും. കുറേ കാലത്തിന് ശേഷം കാണുന്നല്ലേ. ഇതാ പിന്നെ വേറൊരാളുണ്ട്, നമ്മൾ കൊണ്ടാക്കിയ ആൾ പ്രശാന്ത്. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്കുള്ള വീഡിയോ കൂടി എടുക്കാം. ഓക്കെ. ബീച്ച് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് റോഡ്, കോഴിക്കോട് ബീച്ചിലെ സ്ഥലങ്ങളാണ്. ഞാൻ ഹൈവേ എത്തിയിട്ട് ഹൈവേയിൽ പുതിയ എങ്ങനെയൊക്കെയുണ്ട് റോഡ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഇത് നമ്മൾ അപ്രതീക്ഷിതമായി ബീച്ച് റോഡ് വഴി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എടുത്തതാണ്. തുറശ്ശേരിക്കടവ് പാലം ഓർമ്മയുണ്ടോ? പണ്ടൊരു വ്ളോഗിൽ തുറശ്ശേരിക്കടവ് പാലം നമ്മൾ ചെയ്തേ. അപ്പോൾ അവിടെ തന്നെ എത്തി. ഞാൻ ഹൈവേയിൽ കൂടി പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂരാട് പാലത്തിൽ ഭയങ്കര ബ്ലോക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവഴി പോയില്ല. അപ്പോൾ ഏതായാലും നമ്മളെ ദുബായ് ടു മസ്കറ്റ് ടു നമ്മുടെ നാട്ടിലേക്കുള്ള വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു. നാട്ടിലെ കുറച്ച് വീഡിയോസ് ഇനി ഉണ്ടാവും. 1 മാസത്തെ ലീവ്. ഓക്കെ, ഈ 1 മാസത്തെ ലീവ് നാട്ടിലെ കുറച്ച് വീഡിയോസ്. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ ബൈ.